ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയത്തിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ വിജയത്തിൻ്റെ കൂട്ട് എന്താണെന്ന് പഠിച്ചാൽ മാത്രം പോരാ. അതിനോടൊപ്പം പരാജയപ്പെട്ട ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കൂടി മനസ്സിലാക്കണം. കാരണം പരാജയപ്പെട്ട ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കാൻ കൂടി നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്. പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന 6 മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ്. ഈ 6 മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനും ഒക്കെ അത് സഹായകരമായി മാറും. അപ്പൊ ഏതൊക്കെയാണ് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന ആ 6 മിസ്റ്റേക്കുകൾ? നമ്പർ 1, സ്റ്റോപ്പ് ലേണിംഗ്. പഠനം എന്നുള്ള പ്രക്രിയ അവസാനിപ്പിക്കും. അതായത് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി പുതുതായി ഒന്നും പഠിക്കാനില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലെത്തും. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മതി, ഈ കാര്യങ്ങളുണ്ട്, മുൻപോട്ട് ഇനി പോവാം, ഇങ്ങനെ മുൻപോട്ട് പോയാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി പുതുതായി ഒന്നും പഠിക്കാൻ തയ്യാറാവില്ല. അതേസമയം വിജയിച്ച ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അതായത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, എല്ലാ ദിവസവും പുതുതായി എന്തെങ്കിലും കാര്യം പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അഗ്രഗണ്യനായി മാറുക. അങ്ങനെ പഠിക്കുന്ന ആ ഒരു ശീലം, പഠിക്കുന്ന ആ ഒരു പ്രോസസ്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തികളാണ് വിജയിച്ച ആളുകൾ. പരാജയപ്പെടുന്ന ആളുകൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിർത്തിവെക്കും. അവർ മുൻപോട്ട് പഠിക്കാൻ തയ്യാറാവാറില്ല. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയാണോ, അതോ പഠിച്ചതൊക്കെ മതി ഇനി കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയാണെങ്കിൽ ഐ ആം റെഡി ടു ലേൺ എന്നും, അല്ലെ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ ഐ ഹാവ് ലേൺഡ് എവറിത്തിങ് എന്നും ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക. 2, കസ്റ്റമർ മൈൻഡ് സെറ്റ്. ഒരു കസ്റ്റമറായി ഇരിക്കുന്ന സമയത്ത് കസ്റ്റമർ മൈൻഡ് സെറ്റ് കാണിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ എപ്പോഴും കസ്റ്റമർ മൈൻഡ് സെറ്റ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും പരാജയപ്പെടുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മെൻഷൻ ചെയ്തത്? നിങ്ങളൊരു ഉദാഹരണമായിട്ട് എടുക്കൂ. ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ വന്ന കസ്റ്റമർ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം എപ്പോഴും അക്ഷമനായിരിക്കും. പെട്ടെന്ന് തന്റെ സാധനം കിട്ടണം, പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ആ കസ്റ്റമർ വരുന്നത്. എന്നാൽ ബിസിനസ്സുകാരനാവട്ടെ തന്റെ കടയുടെ ഫ്രണ്ടിൽ 10 പേര് നിന്ന് കഴിഞ്ഞാലും ആ 10 പേരെയും ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്ത് ബിസിനസ് നടത്തുന്ന വ്യക്തിയായിരിക്കും ബിസിനസ് മാൻ എന്നുള്ളത്. ജീവിതത്തിലും ഇതേപോലെ അക്ഷമയോടുകൂടി കാര്യങ്ങളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും അക്ഷമയോടുകൂടിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് പല സാഹചര്യങ്ങളിലും കിട്ടണമെന്നില്ല. പരാജയപ്പെടുന്ന ആളുകൾ അക്ഷമയുടെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. ഇവർ ക്ഷമയോടുകൂടി ഒരു കാര്യം ചെയ്യില്ല, കുറച്ച് ചെയ്യും, നടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിട്ട് കളഞ്ഞിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോകും, അത് നടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിട്ട് കളഞ്ഞിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോകും. അതല്ലാതെ ചെയ്യുന്ന കാര്യം ക്ഷമയോടുകൂടി മുൻപോട്ട് ഒരു പെർസിവിയറൻസോടുകൂടി ചെയ്യാൻ ഇവർ തയ്യാറാവാറില്ല. അപ്പോൾ ഇത് തന്നെയാണ് കസ്റ്റമർ മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ആദ്യം അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും വാങ്ങണം, എല്ലാ കാര്യങ്ങളും എനിക്ക് കൺസ്യൂം ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പരാജയപ്പെടുന്ന ആളുകൾക്ക്. അതേസമയം വിജയിച്ച ആളുകളാവട്ടെ അവർക്ക് എല്ലാ കാര്യങ്ങളും കൺസ്യൂം ചെയ്യാൻ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന മനോഭാവവും അതേപോലെ തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള മനോഭാവമൊക്കെ ഉള്ള ആളുകളാണ് വിജയിച്ച ആളുകൾ. അപ്പോൾ നിങ്ങൾക്കുള്ളത് കസ്റ്റമർ മൈൻഡ് സെറ്റ് ആണോ? ആണെങ്കിൽ ആ കസ്റ്റമർ മൈൻഡ് സെറ്റ് നല്ലതാണ്. പക്ഷേ എല്ലാ കാര്യത്തെയും കസ്റ്റമർ മൈൻഡ് സെറ്റോടുകൂടി സമീപിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടുന്നവരുടെ ലക്ഷണമാണ്. അവിടെ നിന്നും ഒരു മാറ്റം, ക്ഷമ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ഷമ എന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു കാര്യവും അതേപോലെ തന്നെ എല്ലാം കൺസ്യൂം ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവേണ്ടതാണ്. 3, വേസ്റ്റിംഗ് ടൈം. സമയത്തെ വേസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും പരാജയപ്പെട്ട ആളുകൾ. ഇവർ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, യാതൊരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ അർജന്റ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സമയം കൂടുതൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത, ഭാവിയിലേക്കാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത, എന്നാൽ അർജന്റായി ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും ഇവരുടെ പരിപൂർണ്ണ ശ്രദ്ധയും. അവിടെ ഇവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടും അവിടെ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും പ്രൊഡക്റ്റീവായ റിസൾട്ടുകളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കില്ല. അതേസമയം വിജയിച്ച ആളുകളാവട്ടെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലായിരിക്കും അവരുടെ ഫോക്കസ്. ആ ഇമ്പോർട്ടന്റ് ആയ കാര്യം അർജന്റായി ചെയ്യേണ്ട കാര്യമായിരിക്കണം നിർബന്ധമില്ല. ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, ഒരു വർഷം കഴിഞ്ഞ് ഗുണം കിട്ടുന്ന കാര്യമായിരിക്കും. പക്ഷെ ആ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ അവർ പ്രവർത്തിക്കാൻ തയ്യാറാവും. സമയത്തെ അവർ വേസ്റ്റ് ചെയ്യാറില്ല. സമയത്തെ പ്രൊഡക്റ്റീവ് ആയ രീതിയിൽ എല്ലാ മനുഷ്യർക്കും കിട്ടണം 24 മണിക്കൂറാണ്. അതിൽ വിജയിച്ച ആളുകൾ ആ 24 മണിക്കൂറിലെ ഓരോ മൊമെന്റിനെയും ബുദ്ധിപരമായ രീതിയിലും ആരോഗ്യപരമായ രീതിയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതേസമയം പരാജയപ്പെടുന്ന ആളുകളാവട്ടെ അവർ ഈ സമയത്തെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയും ആ സമയത്തെ വേസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ സമയത്തെ വേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? സമയത്തെ വേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം തന്നെ ആ ഒരു സ്വഭാവത്തെ അതിജീവിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം പരാജയപ്പെടുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സമയത്തെ വേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ശീലം. 4, ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദാൻ ഗിവിംഗ് വാല്യൂ. മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ നിന്നും എന്ത് വാങ്ങാം, എന്ത് എനിക്ക് കിട്ടും, എനിക്ക് എന്താണ് കിട്ടുന്നത്, ഇത് മാത്രമായിരിക്കും ഫോക്കസ്.
എനിക്ക് എന്ത് കിട്ടും എന്ന് ആലോചിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്ത് കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്നത് തെറ്റാണ്. മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാം, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് എനിക്കൊരു ക്രിയേറ്റർ ലെവലിൽ ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവണം. കാരണം വിജയിച്ച ആളുകളൊക്കെ അവർ ക്രിയേറ്റേഴ്സ് ആണ്. അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ഒരു സൊല്യൂഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് വിജയിച്ച ആളുകൾ. പരാജയപ്പെടുന്ന ആളുകൾ സൊല്യൂഷൻ ചോദിച്ച് വാങ്ങുകയും അതേപോലെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഉപഭോക്താക്കളായി മാറുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ എല്ലാം കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കൂടിയുള്ള ഒരു മനോഭാവം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. കാരണം പരാജയപ്പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവം. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്നാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ നിന്ന് പോകുന്നത് അത് കറങ്ങി തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് കിട്ടണം 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 എന്ന് ആലോചിക്കാതെ എന്തെനിക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ തുടങ്ങുന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നിങ്ങൾ പോലും അറിയാതെ മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കാൻ അത് സഹായകരമായി തീരും. 5. ലിസൺ ടു ഡിസ്കറേജിങ് പീപ്പിൾ. നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമ്മളെ സെൽഫ് എസ്റ്റീമിനെയും നമ്മുടെ സെൽഫ് ബിലീഫിനെയൊക്കെ തകർത്ത് കളയുന്ന ആളുകൾക്ക് ചെവി കൊടുക്കുന്നതാണ് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്. നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും എത്ര കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒന്നിനും കൊള്ളില്ലാണെന്നും നിങ്ങൾ മോശക്കാരനാണെന്നും നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായും പരാജയപ്പെട്ടു പോകുമെന്നുള്ള വാക്കുകളാണെങ്കിൽ ഈ വാക്കുകൾ സ്ഥിരമായ രീതിയിൽ കേൾക്കുമ്പോൾ അതറിയാതെ നിങ്ങളുടെ വിശ്വാസമായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റിലാണ് വളരുന്നതെങ്കിൽ ആ എൻവയോൺമെന്റ് പലപ്പോഴും നിങ്ങളെ നശിപ്പിക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ. പരാജയപ്പെടുന്ന ആളുകൾ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളുടെ വാക്കുകൾക്കാണ് എപ്പോഴും വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ നടുക്കാണ് ആ വ്യക്തികൾ സാധാരണഗതിയിൽ ഇടപെടാറുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിജയിച്ച ആളുകൾ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ എൻകറേജ് ചെയ്യുന്ന ആളുകളുടെ നടുക്കായിരിക്കും പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് കാര്യങ്ങളെ ഉഷാറായി ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടാൻ അത് സഹായകരമാവും. നിങ്ങൾക്ക് ചുറ്റും ആരാണ് ഉള്ളത്, എൻവയോൺമെന്റ് ഏതാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക്, ഡിസ്കറേജിങ് പീപ്പിളിന് ചെവി കൊടുക്കുന്ന ആ ഒരു ശീലം, അതിനെ അതിജീവിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 6. ഫെയിൽ ടു പ്ലാൻ. പരാജയപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണിത്. പരാജയപ്പെടുന്ന ആളുകൾ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കില്ല, ഒരു പദ്ധതി ഒരുക്കില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് തന്നെയുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. നിങ്ങളൊരു പദ്ധതി ഒരുക്കാനായി പരാജയപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെടാൻ ഒരു പദ്ധതി ഒരുക്കിയ പോലെ തന്നെയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പദ്ധതി ഒരുക്കുക എന്നുള്ളത്. അതൊരു ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, ഇടത്തരം കാര്യമായിക്കൊള്ളട്ടെ, വലിയ കാര്യമായിക്കൊള്ളട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പദ്ധതി ഒരുക്കി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ മുൻപോട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. വിജയിച്ച ആളുകളൊക്കെ അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി കൃത്യമായ ഒരു പദ്ധതി ഒരുക്കുന്ന ആളുകളാണ്. ഒരു മാസത്തേക്കാണെങ്കിലും ഒരു വർഷത്തേക്കാണെങ്കിലും ഒരു ലോങ് ടേം ഗോൾ ആണെങ്കിലും അതിനൊക്കെ പദ്ധതി ഒരുക്കി ആ പദ്ധതിയിലൂടെ സഞ്ചരിക്കുകയും ഉണ്ടാക്കേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതേസമയം പരാജയപ്പെടുന്ന ആളുകൾ ഇത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നില്ല. നമുക്കും പദ്ധതി ഒരുക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ചെയ്തു തുടങ്ങാം. അതൊരു പൊതുവേദിയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴാണെങ്കിലും, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിലും, ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്താണെങ്കിലും, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലയന്റിനെ കാണാൻ പോകുന്ന സമയത്താണെങ്കിലും, ഇത്തരത്തിലുള്ള ഓരോ സാഹചര്യങ്ങളിലും പദ്ധതി ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വഴികൾ സുഗമമായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളും പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ നമുക്കിനി ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഐ വിൽ നോട്ട് ഡു ദിസ് 6 things എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതല്ലാതെ പരാജയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്താണെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.